ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ മത്തങ്ങ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മത്തങ്ങയുടെ കുറച്ച് ഭാഗമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ചെറിയ പീസുകളാക്കി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വായോ, ബെല്ലൈക്കൺ കൂടി അമർത്തിക്കും, എന്നാലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേ ആരെങ്കിലും ഹൽവ കഴിച്ചിട്ടുണ്ടോ, മത്തങ്ങ വെച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഉള്ളതെന്ന്. അങ്ങനെ അതെല്ലാം വെന്തു എടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് വെള്ളത്തിൽ കലക്കി എടുക്കുന്നുണ്ട്. തണുത്ത വെള്ളത്തിലാണ് കലക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ അരിപ്പൊടി എടുക്കാം. നമ്മുടെ അലുവയൊന്ന് കുറുക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഒഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ മറന്നുപോയി. അപ്പം ഈ നമ്മുടെ മത്തങ്ങ തണുത്ത് വന്നപ്പോഴത്തേക്ക് അതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ തന്നെ. എന്നിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ നെയ്യ് ചൂടായി വന്നപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ മിക്സ് ഒഴിച്ച് ഒന്ന് ഇളക്കി കുറുകി വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം, കുറുകുന്നതനുസരിച്ച് കേട്ടോ. അത് ഒന്ന് കുറുകി വന്നപ്പോൾ മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇടാം. ശർക്കരയാണ് കുറച്ചുകൂടെ ഹെൽത്തി. പിന്നെ ഞാൻ ഈ മഞ്ഞ കളർ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ടത്. പിന്നെ നമ്മൾ കലക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കുറുക്കി എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ പാകം നോക്കുന്നത് വേണ്ട, തണുത്ത വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റും. അതാണ് പാകം. അങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുത്ത ശേഷം ഞാൻ ഈ തെളിഞ്ഞ നെയ്യൊക്കെ കോരി മാറ്റി ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് കോരി ഒഴിച്ച് കുറച്ച് എള്ളും ഇട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി തണുക്കാനൊന്നും നിന്നില്ല, ചെറിയ ചൂടുണ്ട്. ഞാനത് ഡീമോൾഡ് ചെയ്യുമ്പോഴും വെച്ചാൽ തിന്നാനുള്ള ക്യൂരിയോസിറ്റി തന്നെ കാരണം അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും നാക്കിൽ ടേസ്റ്റ് വരുന്നുണ്ട്. അത്ര ടേസ്റ്റായിരുന്നു. നാവിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ഹൽവ. അതേണ്ടേ കട്ടിയായി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത്.